ഞാൻ മുൻപ് പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ആര്യ എന്ന പെൺകുട്ടി മരിച്ചത് ട്രീറ്റ്മെന്റിലുണ്ടായ താമസം കൊണ്ടാകാം, അല്ലായിരിക്കാം. രണ്ടിനുമുള്ള സാധ്യതകൾ ഒരുപോലാണ്. ആര്യയെ ആദ്യം കാഷ്വാലിറ്റിയിൽ കണ്ട ഡോക്ടർ ജോർജ് ഫിലിപ്പ് പറഞ്ഞത് 15 മിനിറ്റ് നേരത്തെ എത്തിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താമായിരുന്നു എന്നാണ്. 22 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ന്യൂറോ സർജനാണ് അദ്ദേഹം. അങ്ങനെ ഒരു വാചകം അദ്ദേഹം വെറുതെ പറയില്ല. അതെനിക്കറിയില്ല അഡ്വക്കേറ്റ്. ഐ ആം നോട്ട് എ ക്ലിനീഷ്യൻ. പക്ഷേ എൻ്റെ ഫീൽഡിലെ എൻ്റെ എക്സ്പെർട്ടൈസിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറഞ്ഞത്. എനിക്കുമുണ്ട് 18 വർഷത്തെ എക്സ്പീരിയൻസ്. യുവർ ലോർഡ്ഷിപ്പ്, സമൂഹത്തിൽ നിലയും വിലയുമുള്ള വലിയ ഉത്തരവാദിത്വമുള്ള ജോലികൾ ചെയ്യുന്ന കുറെ വ്യക്തികളുടെ സമയമാണ് ഈ കേസിൽ ഇതുവരെ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. ഡോക്ടർ പ്രകാശ് മാത്യുവിന്റെ മൊഴി ഈ കേസിലെ ടേണിംഗ് പോയിന്റ് ആണ്. യുവർ ലോർഡ്ഷിപ്പ്, ആര്യ മരിച്ചത് ഹോസ്പിറ്റലിൽ എത്തിക്കാനുണ്ടായ ട്രീറ്റ്മെന്റിലുണ്ടായ ഡിലേ കാരണമാണെന്ന് തെളിയിക്കാൻ പെറ്റിഷണറുടെ കൗൺസിലിന് കഴിയില്ല. ബഹുമാനപ്പെട്ട കോടതി ഇവിടെ ഈ നിമിഷം ഈ കേസ് തള്ളിക്കളയണം എന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ്. Yes, counsel for the petitioner. യുവർ ലോർഡ്ഷിപ്പ്, ഈ കേസുമായി ബന്ധപ്പെട്ട് 3 സാക്ഷികളെ കൂടി അങ്ങയുടെ മുന്നിൽ ഹാജരാക്കാൻ അനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു. This cannot be permitted, your lordship. യുവർ ലോർഡ്ഷിപ്പ്, ക്രിമിനൽ നടപടി പ്രകാരം പെട്ടെന്ന് ഇങ്ങനെ 3 സാക്ഷികളെ ഹാജരാക്കാൻ പറ്റില്ല. ഞാൻ ഇന്ന് രാവിലെ കോടതിയുടെ രജിസ്ട്രിയിൽ 3 പുതിയ സാക്ഷികളെ വിസ്തരിക്കാനുള്ള അപേക്ഷയും സാക്ഷിപ്പട്ടികയും സമർപ്പിച്ചിട്ടുണ്ട്. അത് സാധ്യമല്ല കൗൺസിൽ സിദ്ധാർത്ഥ്. യുവർ ലോർഡ്ഷിപ്പ്, ഇത്തരം ഒരു കാര്യം അങ്ങ് അനുവദിക്കരുത്. യുവർ ലോർഡ്ഷിപ്പ്, ഹ്യൂമൻ റൈറ്റ്സ് വയലേഷന്റെ കേസുകളിൽ ഹൈക്കോടതിക്ക് എക്സ്ട്രാ ഓർഡിനറി പവേഴ്സ് ഉണ്ട്. ഞാൻ ശരിയായ വഴിയിൽ നിയമം അനുവദിക്കുന്ന രീതിയിൽ തന്നെയാണ് സാക്ഷികളെ ഹാജരാക്കാൻ അപേക്ഷിക്കുന്നത്. യുവർ ലോർഡ്ഷിപ്പ്, You can present the witnesses. ഞാനും എൻ്റെ ഫാമിലിയും ഡൽഹിയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഞാൻ നാട്ടിലൊരു ആവശ്യത്തിന് വന്നപ്പോഴാണ് എൻ്റെ മകന് ഡൽഹി വെച്ചൊരു ആക്സിഡന്റ് ഉണ്ടായത്. സോറി സർ, ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തല്ലോ. എപ്പോഴാണ് അടുത്ത ഡൽഹി ഫ്ലൈറ്റ്? ഇനി രാത്രി 9:30 ഉള്ളൂ. ഞാൻ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. വഴിയിൽ 1 മണിക്കൂറോളം ഒരു ട്രാഫിക് ബ്ലോക്കിൽ പെട്ടു. ഫ്ലൈറ്റ് എനിക്ക് മിസ്സായി. എൻ്റെ മകൻ 6 വയസ്സേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അവനെ അവസാനമായി ജീവനോട് എനിക്കൊന്ന് കാണാൻ പോലും പറ്റിയില്ല. ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ ട്രാഫിക് ബ്ലോക്ക്. ജീവിതം തന്നെ അന്ന് മാറി മറിഞ്ഞു. കിട്ടുമെന്നുറപ്പുണ്ടായിരുന്ന ഗൾഫിലെ ഇലക്ട്രീഷ്യൻ ജോലി അന്ന് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. ചില അവസരങ്ങൾ ജീവിതത്തിൽ ഒരിക്കലേ കിട്ടൂ സർ. അന്നുണ്ടായ ട്രാഫിക് ബ്ലോക്ക് എൻ്റെ ഭാവിയെ ഇല്ലാതാക്കി. മാസം 30,000 രൂപ ശമ്പളം ഉണ്ടായിരുന്ന ആ ജോലിക്ക് ഇന്ന് കിട്ടുന്നത് എൻ്റെ വാപ്പാടെ ഉമ്മാടെ മരുന്നിന് പോലും തികയില്ല സർ. എൻ്റെ മക്കളെ നല്ലൊരു സ്കൂളിൽ അയക്കാൻ പോലും തികയില്ല. പരീക്ഷ ഉച്ച കഴിഞ്ഞ് 2 മണിക്കായിരുന്നു. ഞാൻ 12 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഏതോ ഒരു പ്രകടനം കാരണം റോഡ് മുഴുവൻ ബ്ലോക്കായിരുന്നു. ഞാൻ 3 മണിയാകാറായപ്പോഴാ ഹോളിലെത്തിയത്. എനിക്കത് കാരണം 1 വർഷം നഷ്ടപ്പെട്ടു. ആർക്കെങ്കിലും പറ്റുമോ സർ ആ 1 വർഷം എനിക്ക് തിരിച്ചു തരാൻ? ഇവർ 3 പേരും പ്രതിനിധികൾ മാത്രമാണ് യുവർ ലോർഡ്ഷിപ്പ്. ആയിരക്കണക്കിന് പേരുടെ, ലക്ഷക്കണക്കിന് പേരുടെ വെറും പ്രതിനിധികൾ. യുവർ ലോർഡ്ഷിപ്പ്, ഈ കേസിന്റെ പെറ്റീഷണർ കോടതിയിലുണ്ട്. അദ്ദേഹത്തിനൊരു സബ്മിഷൻ കോടതിയുടെ മുമ്പാകെ സമർപ്പിക്കാൻ അനുവാദം കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. എൻ്റെ പേര് വേണിക്കുട്ടൻ നായർ. ഒരു റിട്ടയർഡ് ഫോർമാനാണ്. ഒരു സാധാരണ കുടുംബത്തിലെ സാധാരണ മലയാളി. ആര്യ എൻ്റെ പേരക്കുട്ടിയായിരുന്നു. സാധാരണ സ്വപ്നങ്ങൾ കണ്ട് നടന്നിരുന്ന ഒരു 17കാരി, ഒരു സാധാരണ മലയാളി പെൺകുട്ടി. അവൾ പോയി. അവളുടെ കൂടെ എൻ്റെ ഒരു ഭാഗവും മണ്ണിനടിയിലായി. മരണകാരണം രോഗമായിരുന്നെങ്കിൽ ഈശ്വര നിശ്ചയം എന്ന് കരുതി സമാധാനിക്കാമായിരുന്നു. പക്ഷേ അതൊരു കൊലപാതകമാകുമ്പോൾ എന്ത് പറഞ്ഞ് സമാധാനിക്കണം സാർ? ഒബ്ജെക്ഷൻ യുവർ ലോർഡ്ഷിപ്പ്. എന്റെ ഊഴം മാഡം, സാധാരണ മലയാളിയുടെ ഊഴം. അതിനേക്കാൾ ശക്തിയില്ല
നിങ്ങളുടെ ഒബ്ജക്ഷൻ വിളിക്ക്. സാർ, ഇവിടെ അങ്ങയുടെ മുമ്പിൽ വലിയ വലിയ ആളുകൾ വന്നു. ആ സംഭവം നടന്ന ദിവസം അവരാൽ കഴിയുന്നതെല്ലാം ചെയ്തു എന്ന് ആണയിട്ടു. എന്താണ് സാർ അവരൊക്കെ എന്ന് ചെയ്തത്? ഈ ജില്ലയുടെയും ഈ സംസ്ഥാനത്തിൻ്റെയും ഭരണാധികാരികളല്ലേ ഇവരൊക്കെ? ജനങ്ങളെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്വമുള്ളവർ. ഗതാഗതക്കുരുക്കിനെ പറ്റി പത്രത്തിൽ വാർത്ത കൊടുത്തിരുന്നു എന്ന് പറയുന്ന പോലീസ് കമ്മീഷണർക്ക് നമോഭാഗം. സാർ, ഇതിനു മുമ്പും പത്രത്തിലൊരു വാർത്ത വന്നിരുന്നു. ഇപ്പോഴല്ല, മുമ്പ്. ചെറിയ കോളത്തിലല്ല, 2 വരിയിലുമല്ല. ബഹുമാനപ്പെട്ട കോടതിയുടെ സുപ്രധാനമായ ഒരു വിധി. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആഘോഷവും ജനജീവിതത്തെ തടസ്സപ്പെടുത്താൻ പാടുള്ളതല്ല എന്ന 1997 ജൂലൈ 29 തലവാചകം. എല്ലാ 10 മിനിറ്റ് കൂടുമ്പോഴും പ്രകടനക്കാർ വഴിമാറി ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തണമെന്നും കോടതി വിധി നിലവിലുണ്ട്. ആ വിധി നടപ്പാക്കേണ്ടവരാണ് ഇപ്പറഞ്ഞ മേലധികാരികൾ. പക്ഷെ സാർ, വിറയ്ക്കും. ഒരു MLA ഒന്ന് തുറച്ചു നോക്കിയാൽ, ഒരു മന്ത്രിയുടെ നെറ്റി ചുളിഞ്ഞാൽ ഇവരുടെ മുട്ടുകൂട്ടിയിടിക്കും. സാർ, ഇപ്പോൾ ഒരു ബസ്സിലോ കാറിലോ ബൈക്കിലോ ഓട്ടോറിക്ഷയിലോ ഒരു ട്രാഫിക് ജാമിൽ കുരുങ്ങി കിടക്കുമ്പോൾ ഒരൊറ്റ മഴയിൽ തകരുമെന്ന് ഉറപ്പുള്ള റോഡ് നിർമ്മാണത്തിന് അനുമതി നൽകുന്ന നമ്മുടെ നഗരങ്ങളുടെ രക്ഷകർത്താക്കളുണ്ടല്ലോ, അവരെ ഞങ്ങൾ ശപിക്കാറുണ്ട് സാർ. മിസ്റ്റർ വേണുകുട്ടൻ നായർ, ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇവിടെ കോർപ്പറേഷൻ ഉണ്ട്. എന്താണ് മാഡം ഈ കോർപ്പറേഷൻ? ഒരു കെട്ടിടമോ? അതോ ആരാണ് ഈ കോർപ്പറേഷൻ? അതിനൊരു മുഖമുണ്ടോ, കണ്ണുണ്ടോ, ചെവിയുണ്ടോ? കുറെ പേർ കൂടിയിരുന്ന് എന്തൊക്കെയോ തീരുമാനിക്കുന്നു. എന്നാൽ ആരും ഒന്നിന്റെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറല്ല താനും. സാർ, ഇവിടെ ഏതൊരു ഈർക്കിൽ പാർട്ടി വിചാരിച്ചാലും ഒരു റോഡ് ബ്ലോക്ക് ഉണ്ടാക്കാം. തങ്ങൾ നടത്തുന്ന പ്രകടനം കുറെ നേരം ഒരു നഗരത്തെ മുഴുവൻ നിശ്ചലമാക്കി എന്നതിൽ അവർക്ക് സന്തോഷിക്കാം, അഭിമാനിക്കാം. ആരാണ് സാർ ഇവർക്ക് ഇതിനുള്ള അവകാശം കൊടുത്തത്? ജനാധിപത്യ വ്യവസ്ഥ എന്നാണ് ഉത്തരവെങ്കിൽ അത് സാധാരണ ജനങ്ങളായ ഞങ്ങൾക്കും ബാധകമാണ്. അവരെ തടയാൻ, സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കാൻ ഇവിടെ ആർക്കും അവകാശമില്ല. സാർ, ഞാൻ വീണ്ടും പറയുന്നു സാർ, നടന്നത് കൊലപാതകം തന്നെയാണ്. ഞങ്ങളുടെ സമയത്തിനും ജീവനും ഒരു വിലയും നൽകാതിരുന്ന മേലധികാരികളും ഒരു രാഷ്ട്രീയ പാർട്ടിയും ചേർന്ന് നടത്തിയ നരഹത്യ. ഞാനൊരു മന്ത്രിയായിരുന്നെങ്കിൽ, നേതാവായിരുന്നെങ്കിൽ, സ്വാധീനമുള്ള ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്റെ വാഹനത്തിന് അകമ്പടി സേവിച്ച് കടത്തിവിട്ടേനെ ഇവിടുത്തെ പോലീസ്. പക്ഷേ ഇതൊന്നുമല്ലാത്ത സാധാരണ ഒരു മലയാളിയാണ് സാർ ഞാൻ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിന് വരുന്ന നേതാവിന് വേണ്ടി വിളിക്കുന്ന മുദ്രാവാക്യത്തിന്റെ വില പോലും ഇല്ലാത്ത ഒരു സാധാരണ മലയാളി. ജോലിസ്ഥലത്ത്, സ്കൂളിൽ, വീട്ടിലെത്താൻ തിരക്കിൽ വിയർത്തൊലിച്ച് കാത്തു നിൽക്കുന്ന ഒരു സാധാരണ മലയാളി. ഞങ്ങളുടെ ക്ഷമ ഇനി പരീക്ഷിക്കരുത്. ഒരു സമൂഹത്തിന്റെ മുഴുവൻ പ്രതിനിധിയായിട്ടാണ് ഞാനിപ്പോൾ അങ്ങയുടെ മുമ്പ് നിൽക്കുന്നത്. എന്നെ പോലെ 100 കണക്കിന് ആളുകൾ ഇന്നിവിടെ വന്നിട്ടുണ്ട് കോടതി മുമ്പാകെ പരാതി ബോധിപ്പിക്കാൻ. ഞാൻ മാത്രം സംസാരിക്കുന്നത് കൊണ്ട് അവർ മൗനത്തിലാണെന്ന് കരുതരുത് സാർ. കാരണം മൗനം ചിലപ്പോഴെങ്കിലും പ്രതിഷേധിക്കാൻ ഭയപ്പെടുന്നവന്റെ പ്രതിഷേധമാണ്. എല്ലാവരും കൈവിടുമ്പോൾ ഞങ്ങളുടെ അവസാന അഭയസ്ഥാനമാണ് സാർ കോടതി. സ്വപ്നങ്ങൾ കാണാനും അവ യാഥാർത്ഥ്യമാക്കാനുമുള്ള അവകാശം ഞങ്ങൾക്കുമുണ്ടെന്ന് പറയാനാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അതിനുവേണ്ടി മാത്രം. കൈവിടരുത് സാർ. ആർട്ടിക്കിൾ 21 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള ഒരു പൗരന്റെ അവകാശം. നമ്മുടെ ഭരണഘടനയിൽ ഇതിന് ധാരാളം അർത്ഥതലങ്ങളുണ്ട്, ധാരാളം. ആർട്ടിക്കിൾ 19D, റൈറ്റ് ടു ഫ്രീഡം ഓഫ് മൂവ്മെന്റ്, സഞ്ചാര സ്വാതന്ത്ര്യം. ഇവ രണ്ടും ആര്യ എന്ന കുട്ടിക്ക് നിഷേധിക്കപ്പെട്ടതിനാലാണ് അന്ന് നിർഭാഗ്യപരമായ ആ മരണമുണ്ടായതെന്ന് കോടതി മനസ്സിലാക്കുന്നു, ഉൾക്കൊള്ളുന്നു, വിധിക്കുന്നു. സാധാരണ ജനങ്ങളെ വളരെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു സോഷ്യൽ ഈവിലാണ് ഇന്ന് ഈ സംസ്ഥാനത്ത് നടക്കുന്ന ഇത്തരം സംഭവങ്ങൾ. കാലാകാലങ്ങളായി ഇതിനെതിരെ കോടതി വിധികൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും അവ പാലിക്കപ്പെടുന്നില്ല. മാറി മാറി വരുന്ന ഗവൺമെന്റുകളുടെയും പോലീസിന്റെയും
ജില്ലാ ഭരണകൂടങ്ങളുടെയും കുറ്റകരമായ അനാസ്ഥ ഇനിയും ഈ കോടതി വെച്ച് പൊറുപ്പിക്കില്ല. ജനജീവിതത്തെ ബാധിക്കുന്ന, തടസ്സപ്പെടുത്തുന്ന ഒരു പ്രകടനങ്ങളും ഒരു രാഷ്ട്രീയ പാർട്ടിയും സംഘടനയും നടത്താൻ പാടുള്ളതല്ല. പോലീസിന്റെ ക്രൂരമായ നിസ്സംഗത ഈ കേസിൽ കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ദ ഡിസ്ട്രിക്ട് പോലീസ് കമ്മീഷണർ ഷാൽ ബി ഹെൽഡ് റെസ്പോൺസിബിൾ ഫോർ ദിസ്. ആംബുലൻസുകളിലും മറ്റു വാഹനങ്ങളിലും ആശുപത്രിയിലേക്ക് പോകുന്ന രോഗികൾക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ പോലീസ് സ്പോട്ട് അസിസ്റ്റൻസ് നൽകണമെന്ന് ഈ കോടതി ഉത്തരവിടുന്നു. സമരങ്ങളും റാലികളും പ്രകടനങ്ങളും നടത്തുന്നവർ മൂലം എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായാൽ അതിനുള്ള നഷ്ടപരിഹാര തുക ആ പാർട്ടിയിൽ നിന്നോ സംഘടനയിൽ നിന്നോ തന്നെ ഈടാക്കും. ഈ കേസിൽ നഷ്ടപരിഹാരമായി 10 ലക്ഷം രൂപ ആര്യയുടെ മുത്തച്ഛൻ വേണുക്കുട്ടൻ നായർക്ക് 30 ദിവസത്തിനുള്ളിൽ നൽകാൻ പീപ്പിൾസ് മൂവ്മെന്റ് ഓഫ് കേരള സംസ്ഥാന പ്രസിഡന്റ് KT ചന്ദ്രശേഖരനോട് കോടതി ഉത്തരവിടുന്നു. എറണാകുളം ജില്ലാ കളക്ടർ, സിറ്റി പോലീസ് കമ്മീഷണർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ K ഉണ്ണികൃഷ്ണൻ എന്നിവർക്കെതിരെ എന്ത് നടപടിയെടുത്തു എന്ന് സംസ്ഥാന സർക്കാർ 30 ദിവസത്തിനകം ഈ കോടതിയെ ബോധിപ്പിക്കേണ്ടതാണ്. ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ, മനുഷ്യാവകാശ ലംഘനം, അതുമായി ബന്ധപ്പെട്ട കേസുകളെ നിയമത്തിന്റെ നൂലാമാലകളിൽപ്പെടുത്തി ദുർബലമാക്കാൻ